മാത്രമേ അവർ നമുക്ക് ഫ്ലൈറ്റ് തരുള്ളൂ. അപ്പം അത് ഓരോ കുട്ടികളും ചിലപ്പം 20 മണിക്കൂറാകുമ്പോഴായിരിക്കും ആ ഒരു ധൈര്യം ഉണ്ടാവുക. ചിലപ്പം 25 ചിലപ്പോൾ 30 ചിലപ്പോൾ 35 40 മണിക്കൂറായിരിക്കും. അപ്പോൾ അത് ഓരോ ആളുകളുടെയും ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ എൻ്റെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം 30 മണിക്കൂറായ സമയത്ത് എനിക്ക് സോളോ കിട്ടി. അത് അത്രയും ഡിലേ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈയിങ് സ്കൂൾ ഇത്തിരി പ്രശ്നം ഉണ്ടായത്, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു മാസമൊക്കെ ഇങ്ങനെ ഫ്ലൈയിങ് കിട്ടാതെ ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൈ ചെയ്താലേ നമ്മൾ പെട്ടെന്ന് പഠിക്കുകയുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 10-12 ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ ഫ്ലൈ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ടീച്ചേഴ്സ് മാറുന്നതിനനുസരിച്ചും ഓരോ ടീച്ചേഴ്സിൻ്റെയും ടെക്നിക്സ് അല്ലെങ്കിൽ സ്വഭാവം മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ അവരുടെ സ്വഭാവം കൂടെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം ഞാൻ കുറേ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സ്വഭാവവും അവരുടെ ടീച്ചിങ് സ്റ്റൈലൊക്കെ പഠിക്കാൻ ഇത്തിരി ടൈം എടുത്ത്. പക്ഷേ അൽഹംദുലില്ലാഹ് സോളോ കിട്ടി. പിന്നെ നമുക്ക് സോളോ 100 മണിക്കൂറും പിന്നെ അതായത് ഒറ്റയ്ക്ക് വിമാനം 100 മണിക്കൂർ ഓട്ടണം, പിന്നെ ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ 100 മണിക്കൂർ ഓട്ടണം. അതാണ് നമ്മളുടെ ഈ ഒരു CPA ലൈസൻസ് കിട്ടാനുള്ള റിക്വയർമെൻറ്റ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടങ്ങി പകുതിയിലാണ്. പിന്നെ ഇവിടുന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വേദിയിൽ ഇരിക്കാൻ കാരണം തന്നെ നിങ്ങൾ ജനങ്ങളാണ്, പ്രത്യേകിച്ചും MSFൻ്റെ ഭാരവാഹികളൊക്കെ. പിന്നെ തങ്ങന്മാരൊക്കെ എന്നെ പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അബ്ബാസ് അലി തങ്ങളും സാദിഖ് അലി ഷിഹാബ് തങ്ങളും മുനവർ തങ്ങളും ഒക്കെ എനിക്ക് ഫ്ലൈറ്റ് ഉപഹാരമായിട്ട് തന്നതും പിന്നെ കൈനീട്ടം തന്നതും. കൈനീട്ടം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഞാൻ അത് എടുത്തു വെച്ചേക്കാണ്. തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യരുതിട്ടാ, ഇത് എൻ്റെ കയ്യിൽ തന്നെ വെക്കണം കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അൽഹംദുലില്ലാഹ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം. സമയത്തിൻ്റെ ചെറിയ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒരു ചോദ്യമെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൈ പൊന്തിക്കാവുന്നതാണ്. ഓക്കെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എൻ്റെ പേര് ഫാത്തിമ അൻഹാനാണ്. ഞാനിപ്പോൾ 10th പഠിക്കുന്നത്. ഇവിടെ കുറേ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് 2 ചോദ്യങ്ങളാണ് മെയിനായിട്ട് ചോദിക്കാനുള്ളത്. ഒന്ന്, നിങ്ങൾ ഭയങ്കര എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്തത് എന്നാണ്. പിന്നെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് പൈലറ്റ്സ് ആയവരൊക്കെ ഭയങ്കര ഓൾക്ക് മടുപ്പ് വന്നിട്ടുണ്ട്, ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ അതൊക്കെ ശരിക്കുള്ളതാണോ എന്നറിയണം. പിന്നെ അത് ഇങ്ങനെ മടുപ്പുള്ള ആ ഒരു സംഭവം അറിയാനാണ്. അതാണ് എനിക്ക്. ഒരു പൈസക്കാരന് ഒരു പൈലറ്റ് ആകുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പൈസ ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി പൈലറ്റ് ആകുക എന്ന് പറയുമ്പം ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളാണ്. അത് ഓവർകം ചെയ്താലേ പറ്റുള്ളൂ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇതുവരെ ഓവറായിട്ടില്ല. എന്നെ ഒരു CPA ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും അവിടെ നിൽക്കില്ല. CPA ലൈസൻസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. CPA ലൈസൻസ് കിട്ടി അതിനുശേഷം എയർലൈൻ ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് എയർലൈൻസിൽ കയറണം. എയർലൈൻസ് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി അവിടെ ആവും. പക്ഷേ ജോലി അവർ പറയും ടൈപ്പ് റൈറ്റിംഗ് എടുത്തുവന്ന്. അതായത് നമ്മൾ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ചെറിയ ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഓടിക്കാൻ പോകുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എയർക്രാഫ്റ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ട്രെയിനിങ് ഉണ്ട്. അതിനാണ് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് റൈറ്റിങ്ങിന് തന്നെ 15 ലക്ഷം, അത് 12 ലക്ഷം തൊട്ടാണ് സ്റ്റാർട്ടിങ്. അത് വേറെ തന്നെ വേണം. അപ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര എക്സ്പെൻസീവാണ് ഒരു പൈലറ്റ് ആകുക എന്ന് പറയുന്നത്. ഒരു മിനിമം ഒരു 75 ലക്ഷമൊക്കെ വേണ്ടി വരും മിനിമം. ഓക്കെ, ഫുള്ള് കംപ്ലീറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75 ലക്ഷം മിനിമം വേണ്ടി വരും. അത് 75ഉം 1 കോടി 1.5 കോടി 2 കോടിയൊക്കെ വരുന്നുണ്ട്. 1.5 കോടി വരുന്നത് കാഡറ്റ് പൈലറ്റ് പ്രോഗ്രാമിംഗ് ആണ്. ഞാൻ പോകുന്നത് കൺവെൻഷണലാണ്. കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇഷ്ടപ്പെട്ട ഒരു ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യുക, അവിടെ ഫ്ലൈയിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ലൈസൻസ് കിട്ടുക. അതിനുശേഷം നമുക്കിഷ്ടപ്പെട്ട എയർലൈൻസിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും. പക്ഷെ അത് ടൈപ്പ് ട്രെയിനിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ എക്സ്പെൻസസും കാര്യങ്ങളും ഇപ്പോൾ എങ്ങനെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കും വലിയൊരു ഐഡിയ ഒന്നുമില്ല. ഉമ്മ പറഞ്ഞ് നമുക്ക് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ഈ ഒരു മേഖലയിലോട്ട് പോകുന്നത്. അത് ഇതുവരെ ഇപ്പോൾ ഈ ഒരു നിലയിൽ എത്തിയത് കുറേ ആൾക്കാരുടെ സപ്പോർട്ടുകളുണ്ട്. പിന്നെ പഠിച്ചുകൊണ്ട് എന്തൊക്കെയോ ഒരു ബർക്കത്തിനാലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ എന്തായാലും മുന്നോട്ട് ഇറങ്ങുക, പൈസയൊക്കെ
പുറകെ വന്നോളും എന്നാണ്, ഒരു പുഴ പോലെ വരും എന്നാണ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ എനിക്ക് കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നീ ഇപ്പോൾ 10-ലല്ലേ പഠിക്കുന്നത്, ഓക്കെ, നിനക്ക് ഇനി 2 വർഷം കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിനക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് പൈലറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസിൽ പോകേണ്ടി വരും, എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റ് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിൽ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് 162 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണ്ടി വരും. ഹൈറ്റ് മെയിൻ ഇഷ്യൂ ആണ്. ഇവിടെ ആണോ പെണ്ണോ അങ്ങനെയൊന്നുമില്ല, രണ്ടാൾക്കും സെയിം ഹൈറ്റാണ് വരുന്നത്, 162 or 163 സെൻറ്റിമീറ്റർ. പിന്നെ വേറെ കുറേ എക്സാംസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഇത്തിരി പാടാണ്, കാരണം എയർഫോഴ്സാണ് വരുന്നത്. അപ്പോൾ അത് രാജ്യത്തിന് വേണ്ടി പോരാടി നടക്കുന്നൊരു സംഭവമാണ് എയർഫോഴ്സ് എന്ന് പറയുന്നത്. രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫൈറ്റർ പൈലറ്റ് ആവുക, ഫൈറ്റ് ചെയ്യുന്നൊരു പൈലറ്റാണത്. ഓക്കെ, അപ്പോൾ ഫൈറ്റർ പൈലറ്റ് ആവാൻ അതായത് പഠിച്ചാൽ മെഡിക്കൽസും കാര്യങ്ങളും ഒക്കെ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഒരു ഫൈറ്റർ പൈലറ്റ് ആവാൻ പറ്റും. അതിൽ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് നിനക്ക് ഈ ഒരു കൊമേഴ്ഷ്യലിലോട്ട് വരാൻ പറ്റും. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ സാധാരണ ഈ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലെ പൈലറ്റ്സിനാണ് ഈ കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും റിട്ടയർമെൻറ്റിന് ശേഷം. പിന്നെ എഡ്യൂക്കേഷൻ ലോൺ അവൈലബിൾ ആണ്, ലോൺ എടുത്ത് പോവാം. ലോണ് പാരൻസ് അലോഡ്, അതായത് പാരൻസ് സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറേ മാർഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുറികളൊക്കെ ഉണ്ടാവുമല്ലോ, അത് മൊത്തത്തിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഓരോ ടൈം പിടിച്ചേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇത് ഓക്കെ, ഞാൻ 2 വർഷം കൊണ്ട് തന്നെ ഒരു പൈലറ്റ് ആവും, അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ടല്ലേ 1 വർഷം കൊണ്ട് ഞാൻ പൈലറ്റ് ആവുമോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസ ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ 1 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു CP ലൈസൻസ് കിട്ടാൻ പറ്റും. പക്ഷേ പൈസ ഇല്ലാത്ത ടീംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം എൻ്റെ നാട്ടിലെന്ന് പറയുമ്പം കുറേ കുറികൾ നടത്തുന്നതാണ്. വലിയ ആൾക്കാർ കുറേ കുറികളിൽ എത്രത്തോളം മെമ്പേഴ്സ് കൂടുന്നു അതിനനുസരിച്ച് പൈസ വലിയ കുറികളുണ്ടാവും. അപ്പോൾ കുറികളിലൊക്കെ ഉമ്മിയും അവരൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാനിപ്പം കുറച്ച് ക്ലാസ്സിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സപ്പോർട്ടീവായിട്ട് എനിക്ക് കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാലോ, ഉമ്മാൻ്റെ പണ്ടൊക്കെ പോയിണ്. എനിക്കും വേണ്ടി ഉമ്മ സ്പെൻഡ് ചെയ്തതാണ്. ഉമ്മാൻ്റെ ഇത്താത്തിൻ്റെയും ഗോൾഡൊക്കെ വിറ്റ്. അപ്പോൾ അതിലൊക്കെയാണ് ഈ ഒരു നിലയിലെത്തിയത്. ഇനിയും എനിക്ക് 3rd ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാനുണ്ട്. അതെങ്ങനെ അടക്കുക എനിക്ക് അറിയില്ല. ഇൻഷാ അല്ലാ പഠിച്ചവർ അടയ്ക്കാനുള്ള ഒരു വകുപ്പൊക്കെ ഉണ്ടാക്കി തരട്ടെ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും? ഫിദ, ഞാൻ നിലമ്പൂരിൽ നിന്ന് വരികയെന്ന് പറഞ്ഞല്ലോ. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവൾ അൺഎക്സ്പെക്റ്റഡ് ആയി നിഷാ മിസ്സിന്, അവളെ ക്ലാസ് ടീച്ചറാണ്, നിഷാ മിസ്സിന് കാര്യം പറഞ്ഞിട്ട് അസ്ലം സാറാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഡിഗ്രി 3rd ഇയർ ആണ് പഠിക്കുന്നത്, BBA. അപ്പോൾ ഒരുപാട് ടൈം ലേറ്റ് ആയെന്ന് അറിയാം. ഞാൻ എയർഫോഴ്സിനാണ് നോക്കിയത്, കാരണം എൻ്റെ